ചിത്രത്തിനെതിരെ വിദ്വേഷ പ്രചാരണ ഉള്ളടക്കമുള്ള ബോളിവുഡ് ചിത്രം കേരള സ്റ്റോറി 2 തിയേറ്ററുകളിലേക്ക്. സിനിമയുടെ റിലീസ് സ്റ്റേ ചെയ്ത ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് ഉത്തരവ് ഡിവിഷൻ ബെഞ്ച് സ്റ്റേ ചെയ്തിരിക്കുന്നു. ഇന്ന് റിലീസ് നിശ്ചയിച്ചിരുന്ന ചിത്രത്തിന്റെ പ്രദർശനാനുമതി വിലക്കിയതിന് പിന്നാലെ നിർമ്മാതാക്കൾ സമർപ്പിച്ച അപ്പീലിലാണ് കോടതി നടപടി. കേരള സ്റ്റോറി 2 വിദ്വേഷ പ്രചാരണത്തിനെതിരെ സമർപ്പിച്ച ഹർജിയിൽ സിനിമയുടെ റിലീസ് 15 ദിവസത്തേക്കാണ് സിംഗിൾ ബെഞ്ച് തടഞ്ഞത്. സെൻസർ ബോർഡിനോട് വീണ്ടും സിനിമ കണ്ട് തീരുമാനമെടുക്കാനും കോടതി നിർദ്ദേശിച്ചിരുന്നു. എന്നാൽ ഇതിനെതിരെ നിർമ്മാതാക്കൾ ഉടനടി ഡിവിഷൻ ബെഞ്ചിനെ സമീപിച്ചു. സുപ്രീം കോടതിയിലെ മുതിർന്ന അഭിഭാഷകനായ നീരജ് കിഷൻ കൗൾ ഓൺലൈനായി ഹാജരായി. സ്വകാര്യ വ്യക്തികൾ നൽകിയ ഹർജി നിലനിൽക്കില്ലെന്നും പരാതിക്കാർക്ക് ഇത്തരമൊരു ഹർജി നൽകാൻ അധികാരമില്ലെന്നുമായിരുന്നു നിർമ്മാതാക്കളുടെ വാദം. ടീസർ പുറത്തിറങ്ങി 16 ദിവസം കഴിഞ്ഞാണ് ഹൈക്കോടതിയിൽ ഹർജി എത്തുന്നത് എന്നും നിർമ്മാതാക്കൾ ചൂണ്ടിക്കാണിച്ചിരുന്നു. വിദഗ്ധരടങ്ങിയ സമിതിയാണ് സെൻസർ ബോർഡിലുള്ളത്. എല്ലാ മതത്തിലും ചെറിയ വിഭാഗം തിന്മ ചെയ്യുന്നവരുണ്ട്. സിനിമ ഒരു മതത്തിനെതിരെ അല്ല, കേരളത്തെ അപകീർത്തിപ്പെടുത്തുന്നില്ല, ഒരു മതവിഭാഗത്തിനെതിരെയും വിദ്വേഷം പ്രചരിപ്പിക്കുന്നില്ല, സാമൂഹ്യ വിപത്തുകളെ തുറന്നു കാട്ടുന്നതാണ് കേരള സ്റ്റോറി 2 എന്നും നിർമ്മാതാക്കൾക്ക് വേണ്ടി ഹാജരായ സുപ്രീം കോടതി അഭിഭാഷകൻ വാദമുന്നയിച്ചു. റിലീസ് തടഞ്ഞാൽ വലിയ സാമ്പത്തിക നഷ്ടമുണ്ടാക്കുമെന്നും നിർമ്മാതാക്കൾ അറിയിച്ചു. ഈ വാദങ്ങൾ അംഗീകരിച്ചാണ് സിനിമയ്ക്ക് സിംഗിൾ ബെഞ്ച് ഏർപ്പെടുത്തിയ വിലക്ക് ഡിവിഷൻ ബെഞ്ച് സ്റ്റേ ചെയ്തത്. ഇതോടെ ചിത്രമുടൻ തിയേറ്ററുകളിലെത്തും. കോടതി ഉത്തരവ് വരുന്നതിന് മുന്നേ ചിത്രത്തിനായുള്ള ബുക്കിംഗ് ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളിൽ ആരംഭിച്ചിരുന്നു. ബംഗാൾ അടക്കമുള്ള സംസ്ഥാനങ്ങളിൽ ആദ്യ ദിവസങ്ങളിലെ ടിക്കറ്റുകൾ ഏറെക്കുറെ വിറ്റഴിഞ്ഞു. ലീഗൽ ഡെസ്ക്, ന്യൂസ് മലയാളം.